റൂമിൽ പേഴ്സിൽ വെച്ചിരുന്നൊരു 1000 ബാത്ത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണെന്ന് തോന്നുന്നു അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ടൈഗർ ടോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പട്ടായയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അവിടുത്തെ ബെവർലി ഹോട്ടലിലേക്ക് ഏകദേശം 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഹോട്ടലെത്തിയിരിക്കുകയാണ്. ഇവിടെ ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല, 1 ആണ് താഴത്തെ ഫ്ലോർ. ഹോട്ടലിൽ വരുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ട് കാണിക്കാൻ പറയും. കൂടാതെ 1000 ബാത്ത് കോഷൻ ഡെപ്പോസിറ്റായി മേടിക്കും. ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടത്, കാർഡ് എടുക്കുന്നതല്ല. റൂമിലേക്ക് കയറാൻ 2 ആക്സസ് കാർഡാണ് തരുന്നത്. ഇതിൽ ഒരു കാർഡ് മിസ്സായാൽ ഈ കോഷൻ ഡെപ്പോസിറ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. ഇനി റൂം കാണിച്ചു തരാം. ഇതാണ് ബെഡ്. ബെഡ് ലാമ്പ് തലയുടെ നേരെ മുകളിലാണ്. അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും അത് തലയുടെ മുകളിൽ തന്നെ ഇരിക്കും. 2 സൈഡിലും ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്. ഒരെണ്ണത്തിലൊരു ഫോണുണ്ട്. ആ ടേബിളിൻ്റെ താഴെയാണ് ബെഡ് സ്വിച്ച് ഒക്കെ. ഇനി കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് ഒരു അലമാരയുണ്ട്. ടവൽസ് ഉണ്ട്. താഴെ 2 കപ്പ് ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, വെള്ളമൊക്കെ. ഇതെല്ലാം ഡെയിലി 2 വെച്ച് ഫ്രീ ആണ് കേട്ടോ. ഇപ്പുറത്ത് സോഡയും മദ്യവും ഡെയിലി ഫ്രീ കിട്ടുന്ന സാധനങ്ങളല്ല. ഈ ഒരെണ്ണം കഴിഞ്ഞാൽ വേറെ ക്യാഷ് കൊടുത്ത് വാങ്ങണം. താഴെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. സൈഡ് മാറിപ്പോയി. ഉള്ളി കൊക്കക്കോള, ബിയറൊക്കെ. ഇതും ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ വാങ്ങണം. താഴെ ഇവിടെ അകത്ത് ഉപയോഗിക്കാൻ ഉള്ള തുണി കൊണ്ടുള്ള ചെരുപ്പുണ്ട്. ഞങ്ങളുടെ ബാഗൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. ഒരു TV ഉണ്ട്. കൂടാതെ ഈ കാണുന്നത് ഇവിടുത്തെ ഫുഡ് മെനുവും മസാജിൻ്റെ റേറ്റുമാണ്. ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ. പ്രത്യേകിച്ച് നല്ല വ്യൂ ഒന്നുമില്ല. അടുത്തുള്ള കെട്ടിടങ്ങൾ കാണാം, റോഡ് കാണാം, അത്രയേ ഉള്ളൂ. കയറി വരുമ്പോൾ ഇടതുവശത്ത് ആണ് കാർഡ് ഇടുന്നതും. കൂടാതെ AC റിമോട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി ബാത്റൂം കാണാം. വാഷ് ബേസിൻ്റെ അടുത്ത് ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു പാക്കറ്റ് ഷവർ ക്യാപ്പ്, 2 ഡെൻ്റൽ കിറ്റും ഉണ്ട്. ഒരു ഡെൻ്റൽ കിറ്റിൽ ഒരു ബ്രഷും ഒരു പേസ്റ്റുമാണുള്ളത്. ക്ലോസറ്റിന് മുകളിൽ താഴെ ഇടാനുള്ള തുണി വെച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ മിക്ക സ്ഥലത്തും കണ്ട ഫ്ലഷ് ഇങ്ങനെയാണ്. വലതുവശത്ത് കാണുന്ന ലിവർ താഴ്ത്തിയ വെള്ളം വരും. കൂടാതെ ഹൈലൈറ്റ് ഹാൻഡ് ഷവർ ഉണ്ട്. ഈ ഭാഗത്ത് ഷവറും ഷവർ ജെല്ലും ഷാമ്പുവും ഉണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ ചെറിയ ഒരു ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ക്രിസ്മസ് സമയം ആയതുകൊണ്ട് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂമിൽ പേഴ്സിൽ വെച്ചിരുന്നൊരു 1000 ബാത്ത് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണെന്ന് തോന്നുന്നു അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 4000 ബാത്ത് ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ 3000 ഉള്ളൂ. അറിയില്ല, മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും 1000 ബാത്ത് എടുത്തത്, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ വരുന്നവർ ബിവർലി ഹോട്ടലിൽ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നല്ലെങ്കിൽ നിങ്ങൾ പൈസ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇവിടെ സേഫിനകത്ത് നമ്പർ ലോക്ക് ഇട്ടിട്ട് പ്ലേസ് ചെയ്യുക.